ഈ തേനീച്ചപ്പെട്ടിക്കകത്തെ ഇഷ്ടം പോലെ ഈച്ചകളുണ്ട്. ഇതുവരെയായിട്ട് ഇത്രയധികം ഈച്ച ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു 5 മണി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഈ പെട്ടിയുടെ അടുക്കൽ വരുമ്പോഴത്തേക്ക് പെട്ടി കവിഞ്ഞ് തേനീച്ചകൾ പുറത്ത് തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് 2 റാണി ഉണ്ടായിരുന്നോ അതോ ഇനിയും ഒരു റാണി ചത്തുപോയതാണോ ഒന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും പെട്ടി നിറയെയും ഒത്തിരി ഈച്ചകളുള്ളത് കൊണ്ട് എന്തായാലും ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു നിരപ്പായ അതിന് ചുറ്റും ശരിക്കും ഞങ്ങൾ നല്ലതായിട്ട് പുക കൊടുത്തു. അതിനുശേഷം നിരപ്പായ ഒരു സ്ഥലത്തേക്ക് ഈ പെട്ടി പതുക്കെ ഇറക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം തുറന്നിട്ട് ഇതിൻ്റെ അകത്തെ ഓരോ അറകളും ഞങ്ങൾ സെല്ലുകളും നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് തേൻ കുറേ ഉണ്ട്. നന്നായിട്ട് അല്പം തേനുണ്ട്. ആ തേൻ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പെട്ടി തുറക്കുന്നതും പിന്നെ 2 റാണിയുണ്ടോ എന്നൊക്കെ നോക്കാമെന്നുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പോഴേ നിങ്ങളും വായോ, നമുക്കൊരുപോലെ ഒന്നിച്ച് നോക്കാം. ഇന്നത്തെ ഈ വിശേഷങ്ങൾ തേനീച്ചയെക്കുറിച്ചാണ്. അപ്പോഴേ എല്ലാവർക്കും നല്ല അടിപൊളിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈച്ചപ്പെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് അത് എടുത്തു മാറ്റിയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കവിടെ നിന്നത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിരപ്പായൊരു സ്ഥലം അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു പാത്രവും ഒരു കത്തിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. തേൻ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള ഒരു വ്യാമോഹവും ഉണ്ട്. പെട്ടി തുറക്കുമ്പോൾ അത്ര ഈസി ആയിട്ടൊന്നും പെട്ടെന്ന് അത് തുറന്നെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. പലപ്പോഴും ഈ തേനീച്ചകൾ അടകൾ വെക്കുമ്പോൾ ഇതിനോട് ചേർത്ത് ഈ അടപ്പിനോട് ചേർത്തൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് അല്പസമയം എടുത്ത് വേണം നമ്മളിത് തുറക്കാനായിട്ട്. അതുപോലെ നല്ലതായിട്ട് പുക കൊടുക്കുകയും വേണം. ഇത് ഏതെങ്കിലും ഈച്ചകൾക്ക് ശരീര നോവാണെങ്കിൽ ഉടനെ തന്നെ നമ്മളെ കുത്തുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം. ഈച്ചയുടെ കുത്തൊന്നും കൊള്ളാതെ വളരെ ശ്രദ്ധാപൂർവം വേണം ഇത് എടുക്കുവാനായിട്ട്. ആദ്യമിരിക്കുന്നതായ ഓരോ അറകളും നമ്മൾ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഓരോ ട്രേ എടുത്ത് നോക്കുമ്പോൾ അതിൽ റാണി ഉണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നോക്കണം. നോക്കിയിട്ട് വേണം അതിനെ മാറ്റി വെക്കാൻ. അപ്പം ഈച്ച ഒത്തിരി അധികമുണ്ട്. എല്ലാ അറകളിലും അല്ലെങ്കിൽ എല്ലാ ട്രേയിലും നല്ലതായിട്ട് ഈച്ച പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം ഓരോ അറകളും ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി. മേളത്തെ തട്ടിൽ തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് കുറച്ച് തേൻ കിട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് ആ സമയത്ത് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരു 1.5 കുപ്പി, അതായത് 1.5 ലിറ്ററോളം തേൻ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ഞങ്ങൾക്കിപ്പം അത് ആ സമയത്ത് തന്നെ അത് തിന്നാനായിട്ട് വളരെ രസമാണ്. അങ്ങനെ ആ അട കൂട്ടി അത് തിന്നുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ തേൻ കുറച്ച് ഞങ്ങൾ തന്നെ അങ്ങ് കുടിച്ചു. പാവ ഈച്ചകൾ, അത് തേനീച്ചകൾ കൊണ്ടുവെക്കുന്നതായ അവർ സുരക്ഷിതമായിട്ട് കൊണ്ടുവെക്കുന്ന ആ തേന് നമ്മൾ കട്ടെടുക്കുകയാണ് കേട്ടോ. അവരറിയാതെ അത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യത്തിലൊരു സങ്കടവും തോന്നി. തേനീച്ചകൾ മഴക്കാലത്തേക്ക് അവർ ശേഖരിച്ച് അവർ ആഹാരം വെക്കുന്നതാണ് നമ്മൾ ഈ സമയത്ത് ഇത് എടുക്കുന്നത്. അത് എടുത്ത് നമ്മൾ വിൽക്കുകയും നമ്മൾ കുടിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ ഇതേ നോക്കി നിന്നാൽ എത്ര സമയം നോക്കി നിന്നാലും ഒരു മടുപ്പും വരത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ പെട്ടെന്ന് ഈച്ചകൾ പൂമ്പൊടി, അരക്ക്, തേന് ഇതുകൊണ്ടൊക്കെ വരുന്നതായ ആ രംഗങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടിക്കകത്ത് കയറുന്നത് എത്ര സ്പീഡിലാണെന്നറിയോ. അപ്പം പെട്ടെന്ന് ഒത്തിരി ഈച്ചകളാണ് ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് വന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഈ തേനീച്ചകളുടെ അടുക്ക പോയിരുന്ന് ഇവരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. പലപ്പോഴും പല സമയങ്ങളിലും സമയം അധികം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതുങ്ങളുടെ അടുക്കൽ പോകുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഒത്തിരി ഒരു ബിസിനസ് മേഖല കണ്ടെത്തിയില്ലെങ്കിലും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേന് നമ്മുടെ വീടുകളിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നതും അവയെ പരിചരിക്കുക എന്ന് പറയുന്നതും അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തേനിരിക്കുന്ന അട ഒന്ന് മുറിയുകയോ എന്തെങ്കിലും നമ്മൾ എടുക്കുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ തേന് ഒരു ക്ഷത സംഭവിച്ചാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ തേനീച്ചകളെല്ലാം വന്ന് പെട്ടെന്ന് ആ പൊട്ടിയ തേനുകൾ പെട്ടെന്ന് ഇവരങ്ങ് കുടിച്ചു തീർക്കും. അപ്പം ഭയങ്കര സ്പീഡിലാണ് അവരത് കുടിക്കുന്നത്. അത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു ട്രേ എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് അട മുറിഞ്ഞ ഭാഗത്ത് ഇരുന്ന് തേന് വളരെ സ്പീഡിൽ തന്നെ ഇവർ കുടിക്കുന്നത്.
അവർക്കറിയാം അവരെ ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുവാണെന്നും ആ തേനെടുക്കാൻ വരുവാണെന്നും കണ്ട് പെട്ടെന്ന് അവരത് കുടിക്കുന്ന ആ രംഗമാണ് കാണുന്നത്. ഇങ്ങനെ എല്ലാ ട്രേകളും എടുത്തു നോക്കിയിട്ടും അതിനകത്ത് റാണിയെ കണ്ടില്ല. ഒരു പക്ഷെങ്കിൽ 2 റാണി ഉണ്ടായിരുന്നതായിരിക്കാം. ഒരു റാണി എങ്ങനെയെങ്കിലും ചത്തുപോയതായിരിക്കും. അതാ ഇത്രയധികം ഈച്ചകൾ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാ സന്ധ്യയാവുന്ന സമയത്ത് ഈ പെട്ടിയുടെ അടിഭാഗം മുഴുവനും ഭയങ്കര ഒരു കൂട്ടം തേനീച്ച കൂട്ടമാണ് കിടക്കുന്നത്. രാവിലെ ആകുമ്പത്തേന് അതുങ്ങൾ എല്ലാം പറന്നു പോകും, അതുങ്ങളുടെ ജോലികൾ ചെയ്യുന്നു. പിന്നെ വൈകിട്ട് ഇതുപോലെ ഒരു 5 മണി ആകുമ്പോഴത്തേക്കാണ് പിന്നെ ഇവർ കൂട്ടിലേക്ക് വന്ന് ഇത് എല്ലാം ഒരുപോലെ ഇങ്ങനെ സെറ്റാകുന്നത്. അപ്പോൾ അത് കാരണത്താലാണ് ഞങ്ങളിത് തുറന്നു നോക്കിയത്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ തുറക്കത്തില്ലായിരുന്നു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ തുറക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇതിങ്ങനെ എന്താ ഈ തേനീച്ച ഇത്രയധികം കിടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത കാരണം പെട്ടെന്ന് പെട്ടി തുറന്ന് നോക്കിയതാണ്. റാണി ഈച്ചയെ കാണാത്തത് കൊണ്ട് അധികം പിന്നെ ഈച്ചകളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. പിന്നെ സാധാ രീതിയിൽ തന്നെ പഴയതുപോലെ തന്നെ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഈച്ചപ്പെട്ടി അടച്ചു വെച്ചു. പിന്നീട് ഇതുപോലെ തന്നെയായിരുന്നു, തേനീച്ചകൾ കൂടുതൽ അതിലുണ്ട്. ഇനിയിപ്പം അടുത്ത റാണി ഉണ്ടാകുന്നിടം വരെയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.